ഇന്നലെ ഒരു സ്വപ്നം കണ്ടടാ. ഇന്നലത്തെ സ്വപ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ പൂച്ചാക്കലെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പം അതിൻ്റെ അടുത്ത് തന്നെ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ ചിറ്റപ്പന്മാരുടെ വീടും എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. അപ്പം അതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ വഴി ഇങ്ങനെ കയറി നേരെ നടന്നു പോയി കഴിഞ്ഞാൽ ഒരു വലിയ കാട്ടിലോട്ടാണ് എത്തണത്. അപ്പം ആ കാട് ഇങ്ങനെ കയറി ചെല്ലുമ്പോഴേക്കും ആണ് പിന്നെ ഞാൻ മനസ്സിലായത്, ഇത് കാട് കുറേ കയറി ഒരു വളവ് വളഞ്ഞപ്പോഴേക്കും ഇന്ത്യ നേപ്പാൾ ബോർഡർ എത്തി. പൂച്ചാക്കേന്ന് ഇച്ചിരി ഒരു കാട് കയറിയപ്പോഴേക്കും ബോർഡർ കഴിഞ്ഞ്. അപ്പോഴേട്ട് കിളി പോയി. നേരെ വന്നിട്ട് നോക്കുമ്പോഴേക്കും ഇവിടെ അറ്റത്ത് ലൈക്ക് ബോർഡറിന് എത്രതിന് മുന്നായിട്ടൊരു വീടുണ്ട് കേട്ടോ. ആ വീട്ടുകാരാണ് അവിടുത്തെ മെയിൻ ഗഞ്ചാബ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവിടെ ആ വീട്ടിൽ ഒരു അപ്പൂപ്പനുണ്ട്, ഒരു ചേച്ചിയുണ്ട്, പിന്നെ ഒരു കൊച്ചുണ്ട്. വന്ന പിള്ളേർ മൊത്തം കമ്പനി അടിക്കണത് ആ വീടിൻ്റെ പരിസരത്താണ്. ലൈക്ക് അവരുടെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഒരു ഹോസ്റ്റൽ സെറ്റപ്പാണ്. അങ്ങനെ ഞാൻ കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തണ്. അങ്ങനെ അവിടുന്ന് കുറേ പിള്ളേരെ കാണുന്നു, കമ്പനി അടിക്കണ്, വർത്താനം പറഞ്ഞപ്പോൾ അപ്പോൾ അവിടുത്തെ അപ്പൂപ്പൻ വന്നിട്ട് പറയും, മക്കളെ പുതിയ സാധനം വന്നിട്ടുണ്ട്, വേണമെങ്കിൽ പറ, റെഡിയാക്കാം, അങ്ങനെ ഇതിനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്നു. പിന്നെ ആ വീട്ടുകാരായിട്ട് ഭയങ്കര കമ്പനിയായി. പിന്നെ അവിടെ ഈ താമസം, അങ്ങനെ അവിടെ താമസിച്ച് ഇങ്ങനെ പോണേണ്. പെട്ടെന്ന് എന്താണ് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ബാക്കി പിള്ളേരൊക്കെ പോയി, പിന്നെ ഞാൻ മാത്രമേ അവിടെ. ഓരോ പിള്ളേർ വരും, 2 ദിവസം താമസിക്കും, പോവും. അങ്ങനത്തെ ഒരു പരിപാടിയാണ് അവിടെ. അങ്ങനെ ഞാൻ കുറേ ആയിട്ട് ആ ഒരു ലൂപ്പിൽ തന്നെ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവിടെ നിന്ന് ഇച്ചിരി നടക്കുകയാണെങ്കിൽ ബോർഡറാണ്. ബോർഡർ അങ്ങനെ പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ രാത്രി ബോർഡർ ക്രോസ് ചെയ്യാൻ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ അപ്പം പറഞ്ഞ്, നമുക്ക് വേണം ചുമ്മാ കറങ്ങിയിട്ടൊക്കെ വരാം, നമുക്ക് ബോർഡർ അടക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബോർഡർ അടക്കാൻ പോയി. അപ്പോൾ എന്തോ സീനായിട്ട് തിരിച്ചും വന്ന്. എനിക്ക് കുറേയൊന്നും ഓർമ്മയില്ല. ചില സ്വപ്നങ്ങൾ നല്ല ഓർത്തിരിക്കും കേട്ടോ. കുറേയൊന്നും ഓർമ്മയില്ല. ഈ സാധനം എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് അപ്പോൾ അപ്പാപ്പം പറഞ്ഞ് ഒരു കിടിലോ സാധനം ഉണ്ടെന്ന് പറഞ്ഞൊരു ഇത് വന്ന് അതൊക്കെ വലിച്ച് അവിടെ ഇരുന്ന് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും വീടിൻ്റെ ബാക്ക് സൈഡ് കടലും ഉണ്ട്. അങ്ങനെ കടലിൻ്റെ അവിടെ പോയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും മറ്റ് പുള്ളിക്കാരനില്ലേ, ഈ അലൻ ജോസ് പെരയുടെ കൂടെ ഉള്ള ഒരു കരടി എന്നൊക്കെ പറഞ്ഞ് റീലിൽ കാണുമല്ലോ, ആ പുള്ളിക്കാരൻ അവിടെ നിന്ന് പോയിട്ട് ഞാനപ്പോൾ ഇതെന്ത് ഒരു കണക്ഷനില്ലാത്ത അത്രേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ്. പിന്നെ ആ സ്വപ്നം അങ്ങോട്ട് ഫുള്ള് ഓർത്തെടുക്കാനും പറ്റിയില്ല. കുറച്ച് ഓർമ്മയുള്ള പാർട്സാണ് അവിടെ നിന്ന് ഇവിടുന്ന്. പക്ഷേ ആ വീട്ടുകാർ നല്ല വീട്ടുകാരായിരുന്നു കേട്ടോ. നല്ല ട്രീറ്റായിരുന്നു. നല്ലപോലെ ട്രീറ്റ് ചെയ്യും ഒരു ആൾക്കാരെ.